പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എപ്പോൾ മരിച്ച് അവൻ്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനഭാഗമാണ്. ദാവീദ് തൻ്റെ രോഗക്കിടക്കയിൽ വേദനാജനകമായ അവസ്ഥയിൽ വേദനയോടെ പറയുന്ന ഒരു പദമാണ് നാം വായിച്ചു കേട്ടത്. ഇങ്ങനെയാണ് വായിച്ചത്: അവനെപ്പോൾ മരിച്ച് അവൻ്റെ പേരില്ലാതാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിലർ. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഈ പ്രാരംഭ സെക്കൻഡുകളിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മെക്കുറിച്ച് പലരും പലതാണ് ചിന്തിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഓരോ മനുഷ്യരും ഓരോ വിധത്തിലാണ്. നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്, നമ്മുടെ തളർച്ച ആഗ്രഹിക്കുന്നവരുമുണ്ട്. നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരുണ്ട്, നമ്മുടെ തളർച്ചയിൽ മാറി നിന്ന് കൈയടിക്കുന്നവരുമുണ്ട്. നമ്മുടെ വളർച്ചയിൽ നമ്മളോട് കൂടെ നിന്ന് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഉള്ളം കൊണ്ട് വേദനപ്പെടുന്നവരുമുണ്ട്. മാറി നിന്ന് വളരട്ടെ എന്നാഗ്രഹിക്കുന്നവരുമുണ്ട്. പ്രിയരെ, പലതരത്തിലാണ് മനുഷ്യർ. എന്നാൽ ഇവിടെ ദാവീദ് വേദനയോടെ പറയുന്ന പദങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ തൻ്റെ പ്രത്യാശ മുൻ വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ്. 1-ാം വാക്യം മുതൽ ദാവീദ് പറയുന്ന പദങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് കാണാൻ കഴിയും. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അപ്പം ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നും തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന ഓരോ വിഷയത്തിൽ നിന്നും പറയുന്ന വേടുകളാണ് ആദ്യത്തെ ഭാഗങ്ങൾ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ പലവിധമായിക്കോട്ടെ, മനുഷ്യർ നമ്മെക്കുറിച്ച് എന്തും വിചാരിച്ചോട്ടെ, നമ്മെ തളർത്തിക്കളയാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ അനർത്ഥത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് പേർ ഒത്തിരി പദ്ധതികൾ ആലോചിക്കുമ്പോൾ മാറി നിന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ പലതും ഒരുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഭക്തനായ മനുഷ്യൻ പറയുന്നു, അനർത്ഥ ദിവസത്തിൽ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും സ്തോത്രം, കൈവിടാത്ത വിടുവിക്കുന്ന ഒരേ ഒരുവൻ, അത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ താങ്കൾക്കൊരു അനർത്ഥ ദിവസം വന്നപ്പോൾ, ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ, വലിയൊരു പ്രതികൂലം താങ്കളുടെ നേരെ വന്നപ്പോൾ, പ്രതീക്ഷയോടെ കൈനീട്ടിയവർ, പ്രതീക്ഷയോടെ സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മാറിക്കളഞ്ഞപ്പോൾ വചനം പറയുന്നു, അനർത്ഥ ദിവസത്തിൽ മാറിക്കളയാത്ത, അനർത്ഥ ദിവസത്തിൽ മാർവോട് ചേർക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഉറക്കെ യേശുവിനോട് പ്രാർത്ഥിക്കാനും ഉറക്കെ കർത്താവേ എന്ന് വിളിക്കുവാനും കഴിയണം. കാരണം നമ്മുടെ അനർത്ഥ ദിവസത്തിൽ അതിനെ കൈയടിച്ച് സന്തോഷിക്കുന്നവനല്ല, അനർത്ഥ ദിവസത്തിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് ഇഷ്ടം. വീണ്ടും ദാവീദ് താഴോട്ട് പറയാം: യഹോവ അവനെ ജീവനോടെ കാത്ത് ജീവനോടെ പാലിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ പാലിക്കും. അടുത്തത് പറയുന്നു, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അടുത്ത് പറയാം, അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ വളരെ തൻ്റെ അനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുന്നതാണ്, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തൊരു ദൈവം. അപ്പൊ ശത്രു എന്ന് പറയുമ്പോൾ ജഡരക്തങ്ങൾ, മനുഷ്യർ,
അതൊക്കെ ശത്രുക്കളാണെന്ന് ഒരു തരത്തിൽ മനുഷ്യർ വിവരിക്കുമ്പോൾ അല്ലെങ്കിൽ വിവേചിക്കുമ്പോൾ ജഡരക്തങ്ങളല്ല, വാഴ്ചകളും അധികാരങ്ങളുമായ സാത്താന്യ തന്ത്രങ്ങൾ അവൻ മെനഞ്ഞ് പല മനുഷ്യരെ അവൻ ആയുധങ്ങളായി നമ്മുടെ നേരെ തിരിക്കുമ്പോൾ നാം മനുഷ്യർക്കെതിരല്ല, പിശാചിന്റെ തന്ത്രങ്ങളോടെതിരാണ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾക്ക് അനർത്ഥം ചിന്തിച്ചവർ, നമ്മുടെ അനർത്ഥം ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ ഇരുന്നവർ അവരുടെ മുൻപിൽ നമ്മുടെ തല കുനിക്കാതെ, നമ്മെ തകർത്തുകളയാതെ, നമുക്ക് കരം തരുവാൻ, നമ്മെ വിടുവിക്കുവാൻ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പറയുകയാണ്, യഹോവ അവനെ രോഗശയ്യയിൽ താൻ. അതേ, പലവിധമായ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നവനാണ് ദാവീദ്. ആ മനുഷ്യൻ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ എന്ത് ചെയ്യും? വിടുവിക്കുവാനിടയായി തീരും. തീർന്നില്ല, അടുത്ത പറയാം, ജീവനോടെ പാലിക്കുന്നവനാണ് ദൈവം. അടുത്തത് പറയാണ്, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തവനാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ പിശാച് ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് ഇയ്യോബ് എന്ന ദൈവ മനുഷ്യനെ കുറിച്ച് ചോദിച്ചതാണ്, നീ അവനെ എന്റെ പക്കൽ ഏൽപ്പിക്ക്, അവൻ നിന്നെ തള്ളി പറയും എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ഇഷ്ടം, പിശാചിന്റെ ഇഷ്ടം ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക, ദൈവസ്നേഹത്തിൽ നിന്ന് നശിപ്പിച്ചു കളയുക എന്നുള്ള അവന്റെ പദ്ധതിയാണ്. അതിൽ നിന്ന് അകറ്റിക്കളയുവാൻ അവൻ പല പ്ലാനുകളും ചെയ്യും. നാശനഷ്ടങ്ങൾ കൊണ്ടിട്ട് നമുക്കറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നുപോയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. പലരും അതിനെ പല വിധത്തിൽ വ്യാഖ്യാനിക്കും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ആക്സിഡന്റ് വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, പാപിയാണ്, നീ കൊള്ളാത്തവനാണ് എന്നൊക്കെ വിലയിരുത്തുമ്പോൾ, ഇയ്യോബ് പാപം ചെയ്തിട്ടല്ല, ദൈവം അല്പസമയത്തേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ ഇയ്യോബിനെ തൊടാനോ ഇയ്യോബിനെ നശിപ്പിച്ചു കളയാനോ ദൈവത്തിൽ നിന്ന് ഇയ്യോബിന്റെ ബന്ധത്തെ തച്ചുടയ്ക്കുവാനോ പിശാചിന്റെ ഒരു തന്ത്രങ്ങൾക്കും കഴിവുള്ളതല്ല. ഇവിടെ ദാവീദും പറയുന്ന പദം അതാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ശത്രുവിന്റെ ഇഷ്ടത്തിന് അവൻ വിട്ടുകൊടുക്കത്തില്ല. അതേ പ്രിയമുള്ളവരെ, ഒരു വലിയ തകർച്ച ഒരു പക്ഷെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കുക, ഒരു വലിയ പ്രതിസന്ധി താങ്കൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ആരോടും മിണ്ടാൻ കഴിയാതെ തലകുനിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരു പക്ഷെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വലിയൊരു കടക്കണിയുടെ അവസ്ഥയിലൂടെ ആയിരിക്കാം ഇപ്പോൾ താങ്കൾ ഫേസ് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പലരുടെയും അഭിപ്രായത്തിൽ പലരും പറയുന്നത് പല വിധത്തിലായിരിക്കാം. ഇതൊന്നും ചെവിക്കൊള്ളാതെ ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. എന്താണ് വചനത്തിന്റെ പ്രത്യേകത? ഇങ്ങനെ വായിക്കുന്നു, ശത്രുവിന്റെ ഇഷ്ടത്തിന് അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അതെന്നെ തകരാൻ അനുവദിക്കാത്തൊരു ദൈവമാണ്. പൗലോസിന്റെ കപ്പൽ തകർന്നു, എന്നാൽ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിച്ചു. കാറ്റും കോളും അടിച്ച് പത്രോസിനെ കൂടെയുള്ളവരെ തകർക്കാൻ പിശാച് പദ്ധതിയിട്ടു. എന്നാൽ അക്കരെ എത്തണമെന്നുള്ള ദൈവിക നിയോഗത്തിലെത്തി. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറാം. എങ്ങും എത്തിപ്പെടത്തില്ലെന്ന് വിധി എഴുതി, എങ്ങും എത്താൻ കഴിയത്തില്ല, ഈ പ്രതിസന്ധിയിൽ അവസാനിച്ചു പോകും, ഈ തിരയിൽ, ഈ കൊടുങ്കാറ്റിൽ ഞാൻ അവസാനിച്ചു പോകുമെന്ന് വളരെ വേദനയോടെ പ്രയാസത്തോടിരിക്കുന്നതിന്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പറയാം, എത്തിക്കാമെന്ന് പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണ്. ഒറ്റ വാക്കുകൊണ്ട് സർവ്വലോകത്തെ ഉളവാക്കാൻ കരുത്തുള്ളൊരു ദൈവമാണ്. ആ ദൈവ ശത്രുവിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എന്നിട്ട് ദാവീദിന്റെ ഹൃദയം പൊട്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നത്. ഇങ്ങനെ പറയുന്നു, അവൻ എപ്പോൾ മരിച്ചവന്റെ പേരില്ലാതാകുമെന്ന് ശത്രുക്കൾ പറയുക. ചിലർ പറയുന്ന വാചകങ്ങളാണ്, അവൻ എപ്പോ ഇല്ലാതാകും,
അവൻ്റെ പേര് പോലും ഇനി കേൾക്കത്തില്ല. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രാർത്ഥനയായിരുന്നു, എന്തോ അഭിഷേകമായിരുന്നു, എന്തോ യോഗത്തിന് പോക്കായിരുന്നു. ആരെ മൈൻഡ് ചെയ്യാതെ, ആമേൻ സ്തോത്രം, ഒന്നും ചെയ്യാതെ ദൈവം 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 എന്ന് മാത്രം പറഞ്ഞു നടന്നവനാ. അവൻ രോഗത്തിൽ ആഴ്ന്നു പോയത് കണ്ടില്ലേ? അവൻ തകരാൻ പോകുന്നത് കണ്ടില്ലേ? അവൻ ഇല്ലാതാകാൻ പോകുന്നത് കണ്ടില്ലേ എന്ന് പലരും പറഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ആടി ഉറച്ച് വിശ്വസിച്ച് ഇന്ന് ഈ സമയം ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് അവൻ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കണം. ശത്രുവിന്റെ ഇഷ്ടത്തിന് അവൻ നമ്മെ വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിന്റെ ഇഷ്ടം തകർക്കുക, മുടിക്കുക, നശിപ്പിക്കുക ആമേൻ എന്നതാണ്. എന്നാൽ ദൈവവചനം അവൻ ശത്രുവിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ചിലപ്പം ചില പ്രതിസന്ധികൾ വന്നേക്കാം. ചിലപ്പം പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാത്തൊരു ദൈവം. ഇന്ന് ഈ ആലോചന പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കളെ നോക്കി, എൻ്റെ സഹോദരങ്ങളെ നോക്കി, എൻ്റെ സുഹൃത്തുക്കളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. രോഗം, ദുഃഖം, പ്രയാസം, പ്രതിസന്ധി, വേദന, കടക്കണി ഇതൊക്കെ കണ്ട് പലരും പലതും പറഞ്ഞേക്കാം. നീ തകർന്നു, ഇല്ലാതായി, ഇനി വലിയ ഗുണം ഉണ്ടാകത്തില്ല എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ശത്രുവിൻ്റെ ഇഷ്ടത്തിന് താങ്കളെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ശത്രുവിൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.